ഹായ് ഓൾ. ഏതൊരു ഫങ്ഷൻ വീട്ടിൽ നടക്കുകയാണെങ്കിലും ചോറിന് ശേഷം മധുരം കഴിക്കുക എന്നുള്ളത് നിർബന്ധമല്ലേ. ഇപ്പോൾ അതൊരു ഫാഷനായി മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു ഫങ്ഷന് വേണ്ടിയിട്ടുള്ള ടെൻഡർ കോക്കനട്ടിൻ്റെ ഒരു ചെറിയൊരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ ചൈന ഗ്രാസ് കുതിരാൻ വേണ്ടി വെക്കണം. അതിനുശേഷം മാത്രമേ പരിപാടികളൊക്കെ തുടങ്ങുന്നുള്ളൂ. എന്നതിന് ശേഷം നമ്മൾ നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുത്ത ടെൻഡർ കോക്കനട്ട് ഒന്ന് സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കുക. അത് തിളച്ച് വന്നതിന് ശേഷമാണ് ഇത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുള്ളത്. സംഭവം പെട്ടെന്ന് കഴിയുന്ന ഒരു ചെറിയൊരു ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ടെൻഡർ കോക്കനട്ടിൻ്റെ ഈ ഒരു പുഡിങ്. അപ്പോൾ ആദ്യം ഇതിലേക്ക് നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കാം. എത്രയാണോ നമ്മൾ അടിച്ച് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ അതിലേക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി മധുരത്തിൻ്റെ കുറച്ചും കൂടി ഹൈ ആയിട്ട് തന്നെ മധുരം വേണം. കാരണം ഇത് തണുത്ത് വരുന്ന ഒരു പുഡിങ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സെർവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മധുരത്തിന് കുറവുണ്ടാവാം. പിന്നെ അതിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു തരം കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊരു അരക്കപ്പോളം ഒഴിച്ചു കൊടുക്കാം. അത് എത്രത്തോളം ആഡ് ചെയ്യുന്നോ അത്രത്തോളം ടേസ്റ്റ് തന്നെയാണ്. അത് അത്യാവശ്യം നല്ലപോലെ തിളക്കാനായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചൈന ഗ്രാസ് ഒരു പാത്രത്തിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി അതിന് മെൽറ്റാക്കി എടുക്കണം. അപ്പം ലോ ഫ്ലെയിമിലാണ് നമ്മളത് മെൽറ്റാക്കാൻ വെക്കുന്നത്. ചൈന ഗ്രാസ് നമ്മൾ ഏത് ഇൻഗ്രീഡിയൻസിലേക്ക് ഒഴിക്കുകയാണെങ്കിലും അത് കറക്റ്റ് ഒരുപോലെയുള്ള തീയായിരിക്കണം. അപ്പോഴാണ് അത് പിരിയാതെ കറക്റ്റ് സെറ്റിങ്സിൽ കിട്ടുള്ളൂ. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് അപ്പുറത്ത് തന്നെ ഞാൻ ആ ഒരു ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ചൈന ഗ്രാസ് നല്ലപോലെ മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനും ഇത് തിളച്ചിരിക്കണം. ഒരു കാര്യം, ഇത് വേണമെങ്കിൽ നമുക്കതിലുള്ള ബാക്കി ഇച്ചിരി എന്തെങ്കിലും അത് മെൽറ്റ് ആവാത്തുണ്ടെങ്കിൽ പ്രശ്നമല്ല. അത് ഈ ഒരു പുഡിങ് സെറ്റാകുന്ന സമയത്ത് ചെറുങ്ങനെ ഒന്ന് കടിക്കാൻ കിട്ടാറുണ്ട്. പ്രത്യേക ടേസ്റ്റാണ്. ഇനി അഥവാ അത് ഇഷ്ടമല്ലാത്തവർക്ക് ഒന്ന് അരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ അത് കുറേ നേരം വെക്കൊന്നും വേണ്ട കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഏതൊരു ട്രയലോട്ടാണോ ഒഴിച്ചു കൊടുക്കേണ്ടത് അത് നേരിട്ടാണ്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് സെറ്റ് ആയിക്കോട്ടെ. ഇതിന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് സെറ്റായതിന് ശേഷം മുകളിലിട്ട് കൊടുക്കാമെന്നാണ് ചെയ്യുന്നത്. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സാധാരണ നമ്മുടെ തേങ്ങ ഒന്ന് പഞ്ചസാര ഇട്ടിട്ട് നെയ്യിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് ബ്രൗൺ നിറമാവുന്ന വരെ ഒന്ന് ചൂടാക്കി എടുത്തേക്കാണ്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ നമുക്കത് എടുക്കാം. അത്ര നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഈ ഒരു നെയ്യിലിട്ട് ഇതങ്ങോട്ട് ചൂടാക്കുമ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കും ചെയ്യും. സെർവ് ചെയ്യുന്ന നേരത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്രഞ്ചി ആയിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനും പറ്റുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമുക്ക് ഒരുപാട് ജോലിൻ്റെ ഇടയിൽ ഒരു ജസ്റ്റ് ഒരു പുഡിങ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു സിമ്പിൾ പുഡിങ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.